ഞാൻ മുളയന്മാർക്കും കൂടിയ ആളായതിൻ്റെ പേരിൽ അവിടെ വലിയ ആൾക്കാർ നിൽക്കേണ്ട സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് എന്നെ അവിടുന്ന് ഇറക്കി നിർത്തിയിട്ട് ഇതിൽ നിന്ന് ഞാൻ ഒന്ന് പഠിച്ചു. നസ്രാണികളെ നമ്പ്യാൽ സ്വാഹ, നസ്രായനെ നമ്പ്യാൽ ജയ്ഹ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ എൻ്റെ കുഞ്ഞു ചെറുപ്പത്തിലൊക്കെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന ചെയ്യുമ്പോൾ കളിയാക്കാറുണ്ട്. സ്വർഗത്തിലെ പോലെ ഭൂമിയിലാവണമെന്ന് പറയുമ്പോൾ ഒരു തെരുവാക്ക് പറഞ്ഞിട്ടാണ് പറയാറ്. അങ്ങനെ ഒരു വാക്കൊക്കെ പറയാറുണ്ട്. ഞാൻ ഹിന്ദു ആണെന്ന് ഉള്ളതിൻ്റെ പേരിൽ എനിക്ക് അതിനോട് കൂടുതൽ ഇഷ്ടമായിരുന്നു. ആ കളിയാക്കൽ പറയുന്നതൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. സ്വർഗത്തിലെ പോലെ ഭൂമിയിലാവണമെന്ന് പറയുമ്പോൾ ലാഭം അങ്ങനെ ഉള്ള ഒരർത്ഥത്തിൽ. പക്ഷെ പിന്നീട് വളർന്ന് വന്നപ്പോൾ ഇത്ര ഈ 24 വയസ്സിൽ യേശുവിനെ അറിഞ്ഞു. ഇപ്പം യേശുവിനെ അറിഞ്ഞിട്ട് 30 കൊല്ലമായി. അപ്പോൾ എനിക്ക് ഉണ്ടായ പല അനുഭവങ്ങളിൽ ഞാൻ ചിരിച്ച് മരിക്കും. ചില ഭാഗത്ത് ചില സമയത്ത് സഹതാപം തോന്നും, ചിലപ്പോൾ എനിക്ക് കോപം വരും, ചിലപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാകും. അങ്ങനത്തെ സാഹചര്യങ്ങളാണ് കാണുന്നത്. അതായത് പറയുമ്പോൾ തോളോട് തോള് ചേർന്ന് നിന്നിട്ട് പറയും, നീ ഇപ്പോൾ ഹിന്ദു എന്നല്ല, ക്രിസ്ത്യാനിയാണ്, നീ ഇപ്പോൾ ഞങ്ങളുടെ അതിൽ തന്നെയാണ് എന്നൊക്കെ പറയും. അപ്പം ഞാൻ സാധാരണ സ്വതസിദ്ധമായിട്ട് പറയും, ഞാനൊരു പാറയച്ചക്കൻ, ഞാനൊരു മുളയച്ചക്കൻ, മാർക്കം കൂടി മാർക്കം കൂടി ഇതാണ് ഞാൻ. അങ്ങനെ സ്വതസിദ്ധമായി പറയാറുണ്ട്. ഒളിപ്പിച്ച് വെക്കില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറയണത്. ഇപ്പം അങ്ങനെയൊന്നും പറയാൻ പാടില്ല, നീ അങ്ങനെ മാർക്കം കൂടി ഒന്ന് പറയരുതെന്ന് പറയും. അങ്ങനെ അതൊക്കെ നിങ്ങൾ മൂക്കാവ് പറഞ്ഞതല്ലേ, നിങ്ങളുടെ ഉള്ളിലിരിപ്പം എന്താണെന്ന് എനിക്കറിയാം, ഞാൻ അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒട്ടനവധി എനിക്ക് ഒരുവിധം നീരസം ഞാൻ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിന്ന് എനിക്ക് റിലാക്സ് തന്നത് എന്താ പറയുക, ലൂക്ക 15 പറയണില്ലേ, ധൂർത്തപുത്രൻ്റെ ഉപമ പറയുന്നുണ്ട്. ആ ധൂർത്തപുത്രൻ ധൂർത്തടിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് വരിക. അത് തിരിച്ച് വരുമ്പോൾ വീട്ടിൽ നല്ല ഗാനമേള, ഇതെന്തതൊന്നും പിടിയിട്ടില്ല. അപ്പുറത്തെ ആളോട് ഇതെന്താ ഇവിടെ പരിപാടി. അപ്പോൾ നല്ല ചേട്ടല്ലേ അത്, അല്ല എൻ്റെ സഹോദരൻ അനിയല്ലേ, ആ ഭാഗം പഠിച്ചൊക്കെ പോയോ, പരീക്ഷ പഠിച്ച് പോയില്ലേ, അവൻ വന്നിട്ടുണ്ട്, നിൻ്റെ അപ്പൻ്റെ അവനവിടെ എന്താ അവിടെ സംഭവത്തി അതുപോലെ. അവൻ ചെന്ന് നോക്കിയപ്പോൾ തൊഴുത്തിൽ ചെന്ന് നോക്കിയപ്പോൾ ഏറ്റവും വലിയ കാളേനെ കാണാനില്ല. ഈ ഭാഗത്തൊന്നും നോക്കിയപ്പോൾ കാണില്ല. അപ്പൻ ഇവനെ കണ്ടപ്പോൾ വിളിച്ച് കൈകൊണ്ട് കാറ്റി വിളിച്ച് വാടാ കയറുപാടാ മാനെ കയറുപാടാ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അപ്പൻ്റെ കയ്യുമ്പോൾ നോക്കിയപ്പോൾ അപ്പൻ്റെ മോതിരം കൂടി ഊരിയിട്ട് മറ്റവനെ കൊടുത്തേക്കുക. ഇതും കൂടി കണ്ടപ്പോൾ അവന് വൈബ്രേഷനായി. എന്നാണ് ഈ കണ്ടക്കാലം ഞാൻ ഈ തന്തയ്ക്ക് വേണ്ടി ജോലി ചെയ്ത് ഇവിടെ നടന്നിട്ട് ആ കഴുത്തിൽ തോന്നിയാത്തൊരു കോഴിനെ കൊന്നിട്ട് കൂട്ടാൻ വെച്ച് തരാനും കൂടി തന്ത ചെയ്തിട്ടില്ല. എന്നിട്ടിപ്പോൾ അവൻ ഈ സ്വത്ത് മുതലൊക്കെ തോലപ്പിച്ചിട്ട് തിരിച്ച് വന്നപ്പോൾ അവന് വേണ്ടിയിട്ട് ആ കാളേനെയും കൊന്ന് ആ മോതിരം കൊടുത്ത് എന്ത് ഈ തന്ത കാണിച്ചിരുന്നേ എന്ന് ആലോചിച്ച് നോക്കിയ. നീ എന്നോടൊപ്പം ഉണ്ടായിരുന്നില്ലേ എന്ന് പിതാവ് പറയണം. അവനോ മൃതനായിരുന്നു, എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അവൻ മൃതനായിരുന്നു. നീ ഇതുവരെ എൻ്റെ കൂടെ തന്നെയല്ലേ ആയിരുന്നേന്ന്. പിതാവിൻ്റെ ഒപ്പം ഈ കണ്ട കാലം വരെ ഉണ്ടായിരുന്ന ആ പുത്രനെ പിതാവ് കാണിച്ച ആ സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ല. പിതാവിൻ്റെ കൂടെ എത്ര കാലം ഉണ്ടായിരുന്നു എന്നതിലല്ല, പിതാവ് കാണിച്ച ആ സ്നേഹപ്രകടനം അവൻ്റെ സഹോദരനോട് അവന് കാണിക്കാൻ കഴിഞ്ഞു. ഞാൻ പിതാവിൻ്റെ കൂടെ എന്തോരം കാലം ഉണ്ടായിട്ടും എനിക്കത് കാണിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിതാവിൻ്റെ കൂടെ ഉണ്ടായിട്ട് എന്താ കാര്യം? പിതാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഞാൻ തോമാസ് ലീഗ മുഖ്യ ആളാണ്, എൻ്റെ കുടുംബം ഒന്നിച്ച് തോമാസ് ലീഗയുടെ ആൾക്കാരാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് തോമാസ് ലീഗ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണ്ടേ? അത് ആ സമയം വരുമ്പോൾ പറ്റില്ല. പുതിയ വീഞ്ഞ് പുതിയ കൊടുത്തില്ല. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്. ആരാണ് ഞങ്ങൾ? ആരൊക്കെയാണ് ഞങ്ങൾ എന്ന് പറയുന്നത്? തോമാസ് ലീഗ മാമൂസമിക്ക ആൾക്കാർ മാത്രം കൂടി പിടിച്ച് നിർത്തിയിട്ടാണോ ഞങ്ങളെന്ന് പറയുന്നത്? ധൂർത്തപുത്രൻ്റെയും മൂത്തപുത്രൻ്റെയും എൻ്റെ തൊഴുത്തിൽ പെട്ട ആടുകളിലെയും തൊഴുത്തിൽ പെടാത്ത ആടുകളിലെയും ഒക്കെ അപ്പനാണ് സ്വർഗസ്ഥനായ അപ്പൻ. അത് കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നവർക്കാണ് മനസ്സിലാവാത്തത്. ദൂർത്തടിച്ച് പോയിട്ട് തിരിച്ച് വന്നവർക്ക് അപ്പൻ്റെ അപ്പനാണ്, ഇതെൻ്റെ അപ്പനാണെന്നുള്ള ബോധ്യം അവർക്കുണ്ട്. അവർ പിന്നീട് അപ്പൻ്റെ സ്വഭാവം കാണിക്കാനും തുടങ്ങി. എന്നാൽ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നവരോ അപ്പൻ്റെ സ്വഭാവം കാട്ടിയില്ല. ഈ കണ്ട കാലം ഉപ്പിലിട്ട് വെച്ച മാങ്ങയ്ക്ക് എടുത്ത് നോക്കുമ്പോൾ നല്ല മധുരം. അപ്പോൾ ഉപ്പിലിട്ട് വെച്ചിട്ടായിരുന്നു പഞ്ചസാരയിലിട്ട് വെച്ചിട്ടായിരുന്നു.
ഏതിൽ ഇട്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ രുചിയല്ലേ കാണിക്കേണ്ടത്. എന്നിട്ട് കാണിക്കുന്നത് വേറെ രുചി. ഫലത്തിൽ നിന്നല്ലേ വൃക്ഷത്തെ അറിയുക. അപ്പോൾ പിന്നെ ഞാൻ ക്രിസ്ത്യാനിയാണ് എന്ന് ഞാൻ പറയണമെങ്കിൽ എൻ്റെ ഏത് സ്വഭാവമാണ് പ്രകടമാകേണ്ടത്? എൻ്റെ ആഭിജാത്യം ആരുടെയാണ്? എൻ്റെ ആഭിജാത്യം നമ്പൂതിരിയുടെ ആണോ, നായാടിയുടെ ആണോ, പറയിൻ്റെ ആണോ, മുളയിൻ്റെ ആണോ എന്നതിലല്ല പ്രസക്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ കുഞ്ഞു ചെറുപ്പത്തിലൊക്കെ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന തീരുമ്പോൾ കളിയാക്കാറുണ്ട്. സ്വർഗത്തിലെ പോലെ ഭൂമിയിലാവണം എന്ന് പറയുമ്പോൾ ഒരു തെറിവാക്ക് പറഞ്ഞിട്ടാണ് പറയാറ്. അങ്ങനെ അങ്ങനെ ഒരു വാക്കൊക്കെ പറയാറുണ്ട്. ഞാൻ ഹിന്ദു ആണെന്ന് ഉള്ളതിൻ്റെ പേരിൽ എനിക്ക് അതിനോട് കൂടുതൽ ഇഷ്ടമായിരുന്നു. ആ കളിയാക്കൽ പറയുന്നതൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. സ്വർഗത്തിലെ പോലെ ഭൂമിയിലാവണമെന്ന് പറയുമ്പോൾ ലാഭം അങ്ങനെ ഉള്ള ഒരർത്ഥത്തിൽ. പക്ഷെ പിന്നീട് വളർന്ന് വന്നപ്പോൾ ഇത്ര ഈ 24 വയസ്സിൽ യേശുവിനെ അറിഞ്ഞു. ഇപ്പം യേശുവിനെ അറിഞ്ഞിട്ട് 30 കൊല്ലമായി. അപ്പോൾ എനിക്ക് ഉണ്ടായ പല അനുഭവങ്ങളിൽ ഞാൻ ചിരിച്ച് മരിക്കും. ചില ഭാഗത്ത് ചില സമയത്ത് സഹതാപം തോന്നും. ചിലപ്പോൾ എനിക്ക് കോപം വരും, ചിലപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാകും. അങ്ങനത്തെ സാഹചര്യങ്ങളാണ് കാണുന്നത്. അതായത് പറയുമ്പോൾ പറയും, തോളോട് തോള് ചേർന്ന് നിന്നിട്ട് പറയും, നീ ഇപ്പോൾ ഹിന്ദു എന്നല്ല, ക്രിസ്ത്യാനിയാണ്, നീ ഇപ്പോൾ ഞങ്ങളുടെ അതിൽ തന്നെയാണ് എന്നൊക്കെ പറയും. അപ്പം ഞാൻ സാധാരണ സ്വതസിദ്ധമായിട്ട് പറയും, ഞാനൊരു പാറയച്ചക്കൻ, ഞാനൊരു മുളയച്ചക്കൻ, മാർക്കം കൂടി ഇതാണ് ഞാൻ. അങ്ങനെ സ്വതസിദ്ധമായി പറയാറുണ്ട്. ഒളിപ്പിച്ച് വെക്കില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറയണത്. അപ്പം അങ്ങനെയൊന്നും പറയാൻ പാടില്ല, നീ അങ്ങനെ മാർക്കം കൂടി ഒന്ന് പറയരുതെന്ന് പറയും. അങ്ങനെ അതൊക്കെ നിങ്ങൾ മുഖാവ് പറഞ്ഞതല്ലേ, നിങ്ങളുടെ ഉള്ളിലിരിപ്പം എന്താണെന്ന് എനിക്കറിയാം, ഞാൻ അങ്ങോട്ട് പറയും. അപ്പോൾ അങ്ങനെ ഒട്ടനവധി എനിക്ക് ഒരുവിധം നീരസം ഞാൻ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്ന് എനിക്ക് റിലാക്സ് തന്നത് എന്താ പറയുക, ലൂക്ക 15 പറയണില്ലേ, ധൂർത്തപുത്രൻ്റെ ഉപമ പറയുന്നുണ്ട്. ആ ധൂർത്തപുത്രൻ ധൂർത്തടിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് വരിക. അത് തിരിച്ച് വരുമ്പോൾ വീട്ടിൽ നല്ല ഗാനമേള, ഇതെന്താ ഇതൊന്നും പിടിയിട്ടില്ല. അപ്പുറത്തെ ആളോട് ഇതെന്താ ഇവിടെ പരിപാടി? അപ്പോൾ എൻ്റെ ചേട്ടല്ലേ അത്, അല്ല എൻ്റെ സഹോദരൻ അനിയല്ലേ, ആ ഭാഗം മേടിച്ചൊക്കെ പോയോ, മനുഷ്യൻ മേടിച്ച് പോയില്ലേ, അവൻ വന്നിട്ടുണ്ട്, നിൻ്റെ അപ്പൻ്റെ അവനവിടെ എന്താ അവിടെ സംഭവത്തി പോലെ. അവൻ ചെന്ന് നോക്കിയപ്പോൾ, തൊഴുത്തിൽ ചെന്ന് നോക്കിയപ്പോൾ ഏറ്റവും വലിയ കാളേനെ കാണാനില്ല. ഈ ഭാഗത്തൊന്നും നോക്കിയപ്പോൾ കാണില്ല. അപ്പൻ ഇവനെ കണ്ടപ്പോൾ വിളിച്ച് കൈകൊണ്ട് കാറ്റി വിളിച്ച് വേടാ കയറുവാടാ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അപ്പൻ്റെ കയ്യുമ്പോൾ നോക്കിയപ്പോൾ അപ്പൻ്റെ മോതിരം കൂടി ഊരിയിട്ട് മറ്റവനെ കൊടുത്തേക്കുക. ഇതും കൂടി കണ്ടപ്പോൾ അവന് വൈബ്രേഷനായി. എന്നാൽ ഈ കണ്ട കാലം ഞാൻ ഈ തന്തയ്ക്ക് വേണ്ടി ജോലി ചെയ്ത് ഇവിടെ നടന്നിട്ട് ആ കഴുത്തിൽ തോന്നിയാത്തൊരു കോഴിനെ കൊന്നിട്ട് കൂട്ടാൻ വെച്ച് തരാനും കൂടി തന്ത ചെയ്തിട്ടില്ല. എന്നിട്ടിപ്പോൾ അവ ഈ സ്വത്ത് മുതലൊക്കെ തലപ്പിച്ചിട്ട് തിരിച്ച് വന്നപ്പോൾ അവന് വേണ്ടിയിട്ട് ആ കാളേനെയും കൊന്ന് ആ മോതിരം കൊടുത്ത് എന്ത് തന്ത കാണിച്ചിരുന്നേ എന്ന് ആലോചിച്ച് നോക്കിയ. നീ എന്നോടൊപ്പം ഉണ്ടായിരുന്നില്ലേ എന്ന് പിതാവ് പറയണം. അവനോ മൃതനായിരുന്നു, എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അവൻ മൃതനായിരുന്നു. നീ ഇതുവരെ എൻ്റെ കൂടെ തന്നെയല്ലേ ആയിരുന്നേന്ന്. പിതാവിൻ്റെ ഒപ്പം ഈ കണ്ട കാലം വരെ ഉണ്ടായിരുന്ന ആ പുത്രനെ പിതാവ് കാണിച്ച ആ സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ല. പിതാവിൻ്റെ കൂടെ എത്ര കാലം ഉണ്ടായിരുന്നു എന്നതിലല്ല, പിതാവ് കാണിച്ച ആ സ്നേഹപ്രകടനം അവൻ്റെ സഹോദരനോട് അവന് കാണിക്കാൻ കഴിഞ്ഞു. ഞാൻ പിതാവിൻ്റെ കൂടെ എന്തോരം കാലം ഉണ്ടായിട്ടും എനിക്കത് കാണിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിതാവിൻ്റെ കൂടെ ഉണ്ടായിട്ട് എന്താ കാര്യം? പിതാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഞാൻ തോമാസ് ലീഗ മുഖ്യ ആളാണ്, എൻ്റെ കുടുംബം ഒന്നിച്ച് തോമാസ് ലീഗയുടെ ആൾക്കാരാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് തോമാസ് ലീഗ ചെയ്തതിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണ്ടേ? അത് ആ സമയം വരുമ്പോൾ പറ്റില്ല. പുതിയ വീഞ്ഞ് പുതിയ കൊടുത്തില്ല. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്. ആരാണ് ഞങ്ങൾ? ആരൊക്കെയാണ് ഞങ്ങളെന്ന് പറഞ്ഞത്? തോമാസ് ലീഗ മാമൂസമിക്ക ആൾക്കാർ മാത്രം കൂടി പിടിച്ച് നിർത്തിയിട്ടാണോ ഞങ്ങളെന്ന് പറയുന്നത്? ധൂർത്തപുത്രൻ്റെയും മൂത്തപുത്രൻ്റെയും എൻ്റെ തൊഴുത്തിൽ പെട്ട ആടുകളിലെയും തൊഴുത്തിൽ പെടാത്ത ആടുകളിലെയും ഒക്കെ അപ്പനാണ് സ്വർഗസ്ഥനായ അപ്പൻ. അത് കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നവർക്കാണ് മനസ്സിലാവാത്തത്. ദൂർത്തടിച്ച് പോയിട്ട് തിരിച്ചു വന്നവർക്ക് അപ്പൻ്റെ അപ്പനാണ്, ഇതെൻ്റെ അപ്പനാണെന്നുള്ള ബോധ്യം അവർക്കുണ്ട്. അവർ പിന്നീട് അപ്പൻ്റെ സ്വഭാവം കാണിക്കാനും തുടങ്ങി. എന്നാൽ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നവരോ അപ്പൻ്റെ സ്വഭാവം കാട്ടിയില്ല.
ഈ കണ്ട കാലം ഉപ്പിലിട്ട് വെച്ച മാങ്ങയ്ക്ക് എടുത്ത് നോക്കുമ്പോൾ നല്ല മധുരം. അപ്പോൾ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന പഞ്ചസാരയിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഏതിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ രുചിയല്ലേ കാണിക്കേണ്ടത്. എന്നിട്ട് കാണിക്കുന്നത് വേറെ രുചി. ഫലത്തിൽ നിന്നല്ലേ വൃക്ഷത്തെ അറിയുക. അപ്പോൾ പിന്നെ ഞാൻ ക്രിസ്ത്യാനിയാണ് എന്ന് ഞാൻ പറയണമെങ്കിൽ എന്നിൽ ഏത് സ്വഭാവമാണ് പ്രകടമാകേണ്ടത്? എൻ്റെ ആഭിജാത്യം ആരുടെയാണ്? എൻ്റെ ആഭിജാത്യം നമ്പൂതിരിയുടെയാണോ, നായാടിയുടെയാണോ, പറയിൻ്റെ ആണോ, മുളയിൻ്റെ ആണോ എന്നതിലല്ല പ്രസക്തി. എൻ്റെ ആഭിജാത്യം യേശു ക്രിസ്തു വഴി പിതാവിൻ്റെ ആണോ എന്നുള്ളതിലാണ് പ്രസക്തി. കാരണം ഞാൻ ആത്മാവിനാൽ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ, ഞാൻ ജഡം കൊണ്ട് ജനിച്ചതാണ് ഒരിക്കൽ, എന്നാൽ ആത്മാവ് കൊണ്ട് ജനിക്കുന്നില്ലെങ്കിൽ എനിക്ക് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ആഭിജാത്യം പറയാൻ എന്തവകാശം? ഞാൻ നമ്പൂരി ആയാലും നായാടി ആയാലും വിജാതിയാണ്. അവിടെ തോമാശ്ലീഹ മാമോസം മുക്കിയതുകൊണ്ടോ വേറെ ഏതെങ്കിലും ആരെങ്കിലും മാമോസം മുക്കിയതുകൊണ്ടോ ഒരു പ്രസക്തിയും ഇല്ല. ഞാൻ യേശു ക്രിസ്തുവിൻ്റെ ആകുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്നിലുണ്ടാകണം. യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്നിലുണ്ടെങ്കിൽ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കണം. അപ്പോൾ ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ആത്മീയ ശുശ്രൂഷ മേഖലകളിൽ തന്നെ പ്രസംഗിക്കാൻ കയറി നിന്ന് അവിടെ ഞാൻ മുളയന്മാർക്കും കൂടി ആളായതിൻ്റെ പേരിൽ അവിടെ വലിയ ആൾക്കാർ നിൽക്കേണ്ട സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് എന്നെ അവിടുന്ന് ഇറക്കി നിർത്തിയിട്ട് എന്നെ ഇങ്ങനത്തെ ഒരു പ്രസംഗിക്കുന്ന ആ ഒരു ടേബിൾ, ഒരു മേശയും കൂടി ഇല്ലാതെ മൈക്കിൻ്റെ കയ്യിൽ തന്നു. ബൈബിൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിന്നിട്ട് പറയാനായിട്ട്, ഒന്ന് ബൈബിൾ താഴെ വയ്ക്കാനോ ഒന്നിനും പറ്റാതെ. കാരണം ഞാൻ മുളയന്മാർക്കും കൂടി ഇതായിരുന്നു. ഞാൻ സംതൃപ്തനായി തന്നെയാണ് വചനം പ്രസംഗിച്ചത്. എന്നാൽ എൻ്റെ ആത്മാവിൻ്റെ സന്തോഷം മനസ്സിലാക്കാൻ കഴിയാതെ പോയത് പാരമ്പര്യം പുലമ്പിയ ക്രിസ്ത്യാനിക്കാണ്. അല്ലെങ്കിൽ ഈ വന്ന വ്യക്തി ആരാണെങ്കിലും അപ്പസ്തോല പ്രവർത്തനങ്ങൾ 10:28 ഒരു മനുഷ്യനെയും ഹീനജാതികാരനെന്നോ അശുദ്ധനെന്നോ വിളിക്കരുതെന്ന് ദൈവം എനിക്ക് കാട്ടിത്തന്നുവെന്ന് പത്രോസ്ലീഹ പറഞ്ഞു. ഈ പത്രോസ്ലീഹയ്ക്ക് ആ ബോധ്യം കിട്ടി. ഈ പത്രോസ്ലീഹ ആദ്യത്തെ മാർപ്പാപ്പയല്ലേ. ഒരു മാർപ്പാപ്പയെ ധിക്കരിക്കാൻ തക്ക വിധം ക്രിസ്ത്യാനി വളർന്നു. അപ്പോൾ ആ പറഞ്ഞ വാക്ക് ധിക്കരിച്ചെങ്കിൽ മാർപ്പാപ്പനല്ലേ ധിക്കരിച്ചത്. എന്നിട്ട് അവർ എന്നെ നയിക്കാൻ ശ്രമിക്കുന്നു. ദൈവത്തിന് നന്ദി, കർത്താവ് എന്നെ നയിക്കുന്നതുകൊണ്ട് എനിക്ക് ഇന്ന് നിലനിൽക്കാൻ പറ്റുന്നു. ഞാൻ ആരെ കണ്ടാണ് മാതൃകയാക്കേണ്ടത്? എൻ്റെ മുൻപേ പറക്കുന്ന പക്ഷി ആരാണ്? ഫിലിപ്പോസ് ഈശോയോട് ചോദിച്ചു, എനിക്ക് അന്ന് പിതാവിനെ കാട്ടിത്തരികയെന്ന്. ഈശോ പറഞ്ഞ മറുപടി, വായു, എൻ്റെ ഒപ്പം വായു, ഞാൻ വളവ് തിരിയപ്പോൾ രണ്ടാമത്തെ സ്പോട്ടിൽ അവിടെ പിതാവ് നിൽക്കണ്ടാവും, എനിക്ക് കാട്ടിത്തരാമെന്നാണോ പറഞ്ഞത്? ഇത്രയും കാലം എൻ്റെ കൂടെ ഇടയിട്ട് ഫിലിപ്പോസ് നിനക്ക് എന്നെ മനസ്സിലായില്ലേ, നീ എന്നെ അറിയണില്ലേ എന്നല്ലേ ചോദിച്ചത്. ഞാൻ ഒരു പുറംജാതിയാണെന്നുണ്ടെങ്കിൽ പുറംജാതിക്കാരനായ ഞാൻ സുരേന്ദ്രൻ ചോദിക്കുന്നു ഒരു ക്രിസ്ത്യാനിയോട്, എനിക്ക് യേശുവിനെ കാട്ടിത്തരിക. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്നെ കാണുന്നവൻ ക്രിസ്തുവിനെ കാണുന്നു എന്ന്? പറയണം. ഈശോ പറഞ്ഞതുപോലെ എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു. ഒരു നസറാണി പറയണം എന്നെ കാണുന്നവൻ എൻ്റെ ക്രിസ്തുവിനെ കാണുന്നുവെന്ന്. നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് വിജാതിയർ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ഞാൻ വിജാതീയനാണെങ്കിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്താൻ നിങ്ങളിൽ നിന്ന് എന്താണ് ഞാൻ കാണേണ്ടത്? എന്താണ് ഞാൻ നിങ്ങളിൽ നിന്ന് പഠിക്കേണ്ടത്? എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ പെൺമക്കൾ, എൻ്റെ കൂടെയുള്ള സഹോദരി സഹോദരന്മാർ, നിങ്ങളിൽ നിന്ന് ഒരു പള്ളിയിൽ കണ്ടാൽ ഞാൻ ഒരു കീഴാൾ വർഗമാണെന്ന് ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഞാൻ ഒരു ക്രിസ്ത്യാനികളുടെ കല്യാണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ അവരുടെ പന്തലിൽ ഉണ്ട് തിന്ന് എൻ്റെ പാത്രങ്ങൾ എടുക്കുന്നത്, കഴുകുന്നത്, വെടപ്പാക്കുന്നത്, വിരുന്ന് മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ എടുക്കുന്ന ആളായിരുന്നു. അതുകൊണ്ട് അവിടെ എന്താണ് വിളമ്പിയത്, എന്താണ് കൊടുത്തതെന്ന് എനിക്ക് നന്നായി അറിയാം മറ്റുള്ളവരെക്കാൾ. എൻ്റെ അടുത്തൊന്നും ഒളിപ്പിച്ച് വയ്ക്കാൻ പറ്റില്ല. അവർ എന്നോട് ക്ലാസ് എടുക്കാൻ വന്നാൽ ഞാൻ സമ്മതിക്കുന്നത് തോന്നണുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ സാമർത്ഥ്യമുള്ളവനും നാവുള്ളവനൊന്നും പേര് കേൾക്കാൻ കാരണം ഇത് പറയുകയും ചെയ്യുക, അവിടെ അരുതാത്ത സാധനം വിളമ്പുക. തപ്പുകൊട്ടി, കിന്നരം മീട്ടി, വീണ മീട്ടി, കൈത്താളത്തോടെ, വാദ്യഘോഷത്തോടെ, ഉത്സവഘോഷത്തോടെ കർത്താവിൻ്റെ നാമം പാടി സ്തുതിപ്പിൻ എന്നാണ് തിരുവചനങ്ങൾ. എന്നിട്ട് ഒരു ജനുവരി പെരുന്നാൾ വന്നാൽ ആ കപ്പയുടെ മുമ്പിലെത്തുമ്പോൾ നന്മ നേരും അമ്മ, വിശുദ്ധനായ സെബാസ്റ്റ്യാനോസെ, ഈ 2 പാട്ട് ആകെ ഉണ്ടാവും. അത് വരയ്ക്കൊക്കെ സിനിമ പാട്ടുകളല്ലേ. വേലായുധാകരോകര, വേലായുധെന്നാണോ കർത്താവിൻ്റെ പേര്? തപ്പുകൂട്ടി, കിന്നരം മീട്ടി, വീണ മീട്ടി കർത്താവിൻ്റെ നാമമാണ് പാടി സ്തുതിക്കേണ്ടത്. ശങ്കരാഭരണമോ, എൻ്റെ അപ്പൻ്റെ പേര് ശങ്കരൻ എന്നാ. എൻ്റെ അപ്പൻ്റെ പേരാണോ കർത്താവിൻ്റെ പേര്?
എന്നിട്ട് കർത്താവിൻ്റെ നാമം പാടി സ്തുതിക്കാൻ പറയണം. ഞാൻ ഏത് മാതൃക കണ്ടിട്ടാണ് ഈ സിനിമ പാട്ടും പാടുമ്പോൾ സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കുന്ന ഒരു വിശുദ്ധൻ്റെ പേര് പറഞ്ഞു തരാമോ? എനിക്കും ആ വിശുദ്ധനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാനാ. കാരണം ഞാൻ പഠിക്കേണ്ടത് ആരിൽ നിന്നാണ്? ക്രിസ്ത്യാനികളിൽ നിന്ന്. ഇതിൽ നിന്ന് ഞാൻ ഒന്ന് പഠിച്ചു: നസ്രാണികളെ നമ്പ്യാൽ സ്വാഹ, നസ്രായനെ നമ്പ്യാൽ ജയ്ഹ. നസ്രായനെ നമ്പാം, നസ്രാണിനെ നമ്പാൻ പറ്റാന്ന് നസ്രാണികളാണ് എന്നെ പഠിപ്പിച്ചു തന്നത്, അല്ലാണ്ട് മറ്റുള്ളവരല്ല. ഞാൻ സുഭാഷിതങ്ങൾ 27:5 തുറന്ന കുറ്റപ്പെടുത്തലാണ് നിഗൂഢമായ സ്നേഹത്തെക്കാൾ മെച്ചം. സഭാപ്രസംഗം പറയുന്നത് ജീവനുള്ള നായ ചത്ത സിംഹത്തെക്കാൾ മെച്ചമാണ്. മക്കൾക്കുള്ള അപ്പം നായ്ക്കൾക്ക് കൊടുക്കില്ല എന്ന് പറയണേ. എന്നോടൊക്കെ സാധാരണ ആൾക്കാർ പറയാറുണ്ട്, എന്ത് അവസാന കാലങ്ങളിൽ അല്ലെങ്കിലും വിജാതിർക്കൊക്കെ കൊടുക്കുന്ന കർത്താവ് പറഞ്ഞിട്ടുണ്ട്. മക്കൾക്കുള്ള അപ്പം നായ്ക്കൾക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞേക്കണേ. മക്കളുടെ തീറ്റ വാരി വെച്ചാൽ അതിൽ അലക്ഷ്യമായി തിന്നിട്ട് അങ്ങോട്ട് നോക്കി തിന്ന് താഴ്ത്തി വീഴുക. അതുകൊണ്ട് ആ നായ്ക്കൾ തിന്നണം. ആ നായ്ക്കൾ തിന്നുമ്പോഴോ അത് നിത്യജീവനത്തിൻ്റെ സാധന. ആ വചനം കേൾക്കുമ്പോൾ വചനം മറ്റൊരു അവിടെ ഇവിടെ വേസ്റ്റാക്കി ഇടുക സ്വന്തം മക്കൾ. അത് നായ്ക്കൾ വന്ന് തിന്നുമ്പോൾ അവിടേക്ക് ജീവൻ കിട്ടുക. ഇവിടെ മക്കളാകുന്ന സിംഹം ചത്തു, എന്നാൽ വിജാതിരാകുന്ന നായ്ക്കൾ ജീവനിലേക്ക് വന്നു. അത് കർത്താവിൻ്റെ വലിയ കൃപയാണ്. ഇനി എനിക്കൊന്ന് പറയാനുള്ളത്, ഞാൻ എന്തൊക്കെ ആയിക്കോട്ടെ, എനിക്ക് പറയാനുള്ളത്, കാരണം ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവത്തിൻ്റെ കൃപയാലാണ്. 1 Corinthians 5:10 ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവത്തിൻ്റെ കൃപയാലാണ്, അല്ലാണ്ട് എൻ്റെ കഴിവുകൊണ്ടോ എൻ്റെ തറവാട്ട് മഹിമകൊണ്ടൊന്നല്ല. മരണം വരുന്നാൾ ഓർക്കുക മർത്തിയാ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. അപ്പോൾ ഈ മങ്ങിയൊരു അന്തി വെളിച്ചത്തിൽ ചന്തി പോലൊരു മാലാക വീട്ടിൽ നിന്ന് മരണത്തിൽ സന്ദേശവുമായി വന്നിരിക്കും. എനിക്ക് ചെറുപ്പം തൊട്ടേ ഇത് കേട്ട് കാണാൻ പാടാ. ഞാൻ തിരൂർ കിഴക്കങ്ങാടിയിലാണ് ജനിച്ചു വളർന്നത്. അവിടെ നിറച്ച് ക്രിസ്ത്യാനികൾക്ക് ഹിന്ദുക്കളില്ല. അങ്ങാടി കഴിഞ്ഞിട്ട് ആദ്യത്തെ വീട് എൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കാണാപ്പാട് സ്വർഗസ്നായ നന്മർമ്മ എനിക്ക് കാണാണ്ട് അറിയാം ചെറുപ്പത്തിലെ തന്നെ. അപ്പോൾ എനിക്ക് ഇതൊക്കെ ഈ മങ്ങിയന്തി വെളിച്ചത്തിൽ വരുമ്പോൾ മാലാക വരുമ്പോൾ ഓരോരുത്തരുടെ വീട്ടും പേരും തറവാടൊക്കെ സെമിത്തേരി വരെയുള്ള തറവാട്ടും പേരും ഇതൊക്കെ അത് കഴിഞ്ഞു. അവിടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ വീട്ടും പേരും തറവാടൊന്നുമില്ല. അവൻ്റെ മുദ്ര എവിടെ ഉണ്ടോയെന്ന് നോക്കും. അവൻ്റെ ആത്മാവുള്ളവർക്ക് അങ്ങോട്ട് കിടക്കാൻ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് കിടക്കാൻ പറ്റില്ല. നമ്മൾ സാധാരണ പറയാറില്ലേ, നമ്മൾ കഞ്ഞി എന്ന് പറയും. ഞാൻ തമാശക്കൊക്കെ പറയാറുണ്ട്. ഇവിടേക്ക് പോകുമ്പോഴൊക്കെ, മലയാറ്റൂർക്ക് പോകുമ്പോഴൊക്കെ, ദേ എൻ്റെ പേര് ഇവിടെ എഴുതി വെച്ചിരിക്കണം. എവിടെ? ദേ അവിടെ എഴുതി വെച്ചു. നിങ്ങൾ പോരുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കണം. കണ്ടു എവിടെ? അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നീ ഇപ്പോൾ കുറേ നേരമല്ലേ പറയുന്നത് എൻ്റെ പേര്. എവിടെയാണ് തൻ്റെ പേര് എഴുതി? ഇതേ നോക്ക്, എൻ്റെ പേര് എഴുതി വെച്ചിരിക്കണം. എവിടെ? അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ട് കഞ്ഞിക്കടയിൽ. അപ്പോൾ ഇവിടെ കഞ്ഞിന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ പറയുന്നതാണ്. അങ്ങനെ സത്യത്തിൽ നമ്മൾ പറയാറില്ലേ, നമ്മളൊക്കെ മറ്റുള്ളവരെ ഇത്തിരി കനം കുറഞ്ഞ ആൾക്കാരെ അല്ലെങ്കിൽ ഇത്തിരി മോശം ആൾക്കാരെ കഞ്ഞി നമ്മൾ പറയാറുണ്ട്. അതുകൊണ്ട് ഞാനൊരു കഞ്ഞിയാണെന്നുള്ളത് എനിക്ക് കർത്താവ് വെളിപ്പെടുത്തി തന്നു. ഈ കഞ്ഞി കർത്താവിന് കുടിക്കാനുള്ളതാ. ഈ കഞ്ഞിയിൽ പാറ്റ വീഴാണ്ട് ഞാൻ നോക്കണം. ഇതിൻ്റെ ചുറ്റും കുറേ പാറ്റകൾ പറന്ന് നടക്കുന്നുണ്ട്. ഈ ഞാനാകുന്ന കഞ്ഞിയുടെ ചുറ്റും കുറേ പാറ്റകൾ പറന്ന് നടക്കുന്നുണ്ട്. അപ്പം ഞാനാകുന്ന കഞ്ഞി എൻ്റെ കർത്താവിന് കുടിക്കാനുള്ളതാ. അപ്പം ഞാൻ കർത്താവിനുള്ള ബലിവസ്തുവാണ്. വിശുദ്ധവും സജീവവുമായ ബലിയായിട്ട് ഞാൻ കർത്താവിന് സമർപ്പിക്കണം എന്നെ തന്നെ. ഞാൻ എന്നതല്ലേ, അങ്ങനല്ലേ, ഞാൻ സജീവ ബലിയായി വിശുദ്ധ ബലിയായി നിങ്ങളെ തന്നെ സമർപ്പിക്കും. ഇതായിരിക്കണം നിങ്ങൾ യഥാർത്ഥ ആരാധന. അപ്പം എൻ്റെ ഈശോയെ ഞാൻ ആരാധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ തന്നെ കർത്താവിനെ ആരാധിക്കുന്നത് വിശുദ്ധ ബലിയായി സജീവ ബലിയായിട്ട് അർപ്പിക്കണം. അപ്പം ഈ കഞ്ഞി കർത്താവിന് കുടിക്കാനുള്ള കഞ്ഞിയാണ്. അതിൽ പാറ്റ വീഴാതെ, അതായത് തൻ്റെ എന്തെങ്കിലും സാധനങ്ങൾ, ജഡത്തിൻ്റെ എന്തെങ്കിലും വ്യാപാരങ്ങൾ അതിൽ വീഴാതെ കർത്താവിന് ഞാൻ സമർപ്പിക്കണം. അപ്പോഴാണ് എൻ്റെ ജീവിതം ഒരു സമർപ്പണ ജീവിതം യാഥാർത്ഥ്യമാകുന്നത്. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ്, ഞാൻ മാത്രമല്ല, എൻ്റെ പിറകിൽ എൻ്റെ പിന്നാലെ ഞാൻ വരുന്നത് കണ്ടിട്ടും കുറേ പേര് വരുന്നുണ്ട്. എൻ്റെ റൂട്ട് തെറ്റിപ്പോയാൽ എൻ്റെ പിറകെ വരുന്നവർ മുമ്പേ പറക്കുന്ന പക്ഷി എന്ന പോലെ എൻ്റെ റൂട്ട് തെറ്റിയാൽ അവരുടെ റൂട്ടും തെറ്റും. ഞാൻ പലവരെയും വഴി തെറ്റിക്കുന്നവനാകും. എൻ്റെ ജീവിതം ഞാൻ യേശുവിനെ അറിഞ്ഞപ്പോൾ നാട്ടുകാരെ നന്നാക്കാനല്ല ഞാൻ നന്നായത്, ഞാൻ എന്നെ നന്നാക്കാനാണ് നന്നായത്. ഞാൻ കൂതറയായിരുന്നു. ഇതിനെപ്പറ്റി അറിയുന്ന അത്യാവശ്യം ആൾക്കാർക്കൊക്കെ അറിയാം. ഞാൻ തനി കൂതറയായിരുന്നു. എന്നേക്കാൾ പാപമുള്ളവരാരും നമ്മുടെ ഈ തൃശ്ശൂർ രൂപതയിലുണ്ടാവില്ല.
അത് ഞാൻ പറയുന്നത് ഒരു സത്യമാണ്. മുഖാവ് പറയുന്നതല്ല. പറച്ചില് പറയും പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഞാൻ പാപിയാണ് എന്ന് പറയും. ആരെങ്കിലും അവനോട് നീ ശരിയല്ലോ എന്ന് പറയും. ആര് പറഞ്ഞു എന്നിട്ട് കേൾക്കാൻ നിൽക്കും. സത്യത്തിൽ എനിക്ക് പറയാനുള്ളത് കർത്താവിനോട് അത് തന്നെയാണ്. പക്ഷേ എന്നെ എന്തിനാണ് ദൈവം തിരഞ്ഞെടുത്തത്? ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് എവിടേക്കാണ്? തെസ്സലോനിക്ക അല്ലേ, 1 തെസ്സലോനിക്ക. ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ്. അപ്പോൾ വിളിക്കുമ്പോൾ എൻ്റെ മാനേജർ റൂമിലേക്ക് വിളിക്കുമ്പോൾ ഞാൻ മാനേജർ റൂമിലേക്ക് ചെല്ലണം. ആ വിളിക്കുന്നത് വരെ ഞാൻ എവിടെയായിരുന്നു? മാനേജറുടെ റൂമിലുണ്ടാകുമോ? ഇല്ല. അപ്പോൾ ഞാൻ മറ്റൊരു റൂമിലായിരുന്നു. അപ്പോൾ അതുപോലെ ദൈവം വിളിച്ചത് വിശുദ്ധിയിലേക്കാണ്. അപ്പം ഞാൻ അവിടെ അല്ലായിരുന്നേ, ഞാൻ വിശുദ്ധിയിലായിരുന്നില്ല. അപ്പോൾ ദൈവം വിളിച്ചത് വിശുദ്ധിയിലേക്കാണ്. അപ്പോൾ എന്നെ ദൈവം വിശുദ്ധിയിലേക്ക് വിളിച്ചു. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ള ആകുന്നു അല്ലേ? വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. അപ്പോൾ ഈ ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ഒരു വിശുദ്ധ ജനമാണ്. മറ്റു ജനതകളുമായി ഇടകലരാത്ത ഒരു ജനം. നമ്മൾ മറ്റു ജനതകളുമായി ഇടകലരാത്ത ഒരു ജനം എന്ന് പറഞ്ഞിട്ട് ഒരു ജനുവരി പെരുന്നാൾ വന്നു കഴിഞ്ഞാൽ, ഒരു കല്യാണം കറിയിട്ട്, ഒരു വീട് വെഞ്ചിരിപ്പ്, കുട്ടിയുടെ ആദ്യ കുർബാന സ്വീകരണം, ആൺകുട്ടി ഉണ്ടായി പെൺകുട്ടി ഉണ്ടായി, മകൻ്റെ ഭാര്യ പ്രസവിച്ചു, മരുവൾ പ്രസവിച്ചു, മകൾ പ്രസവിച്ചു, ഭാര്യ പ്രസവിച്ചു, അതിനൊക്കെ ചിലവ്, പരീക്ഷയിൽ ജയിച്ചു, ഈ കല്യാണം കഴിഞ്ഞ് മനസമ്മതം കഴിഞ്ഞ് ഗർഭിണിയായി, ഇത് ആളിയൻ ഗൾഫിൽ നിന്ന് വന്നു, മിലിറ്ററിയിൽ നിന്ന് വന്നു, അപ്പോഴൊക്കെ കുറേശ്ശെ കൊണ്ടുവന്നു. അപ്പം ഇതൊക്കെ ചെയ്തിട്ട് ഇതെല്ലാം നമ്മൾ കൊന്ത ചൊല്ലുമ്പോൾ പറയുന്നത് എന്തെന്ന്, ഞങ്ങളുടെ തിരുഹൃദയത്തിൻ്റെ പ്രതിഷ്ഠ പറയുമ്പോൾ എന്താ പറയുന്നത്, ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശുദ്ധീകരിക്കുകയും, ഞങ്ങളുടെ സന്തോഷം വിശുദ്ധീകരിക്കണം എന്നാണ് പറയണത്. എന്നാൽ ഈ സന്തോഷത്തിന് വേണ്ടിയിട്ട് വിശുദ്ധീകരിക്കുക ചിലത് ചെകുത്താൻ്റെ മൂത്രം കുടിച്ച് തെളിച്ച് ആകെ മോന്തി ആകെ ഇതാകുക. എന്നിട്ട് പറയും പറച്ചിൽ കേട്ട ഈ ഓരോ ഇടവകയുടെ ബുക്കില്ലേ, ഇടവകയുടെ ഒരു പുസ്തകം ഇറക്കില്ലേ, ആ പുസ്തകത്തിൽ പരമപരിശുദ്ധരെല്ലാവരും രൂപകോടില്ലാത്ത കാരണം കൊണ്ട് കയറ്റി വയ്ക്കാൻ, അല്ലെങ്കിൽ അതിന് കയറ്റി വയ്ക്കേണ്ടി വരും. അതുപോലെ എല്ലാ ഇടവകത്തെ പുസ്തകങ്ങളും നോക്കിയാൽ ഞാനൊരു വിധമുള്ള സ്ഥലങ്ങളിൽ ഈ പിള്ളേരുടെ കുടുംബത്തിലത്തെ പണികൾ ചെയ്യാൻ പോയിട്ടുള്ള ആളായതുകൊണ്ട് എനിക്ക് നന്നായി അറിയാം. അപ്പം അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. നമ്മൾ പറയുന്നത് ഒന്ന്, പ്രവൃത്തി വേറൊന്നാവാതെ ഇത് പ്രവൃത്തിയുള്ള വിശ്വാസികളാവണം. കാരണം വിശ്വാസമുണ്ട്, പ്രവൃത്തിയില്ല, കഴിഞ്ഞില്ലേ കാര്യം. പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം മൃതമാണ്. അപ്പം ഞാൻ ക്രിസ്ത്യാനി ആണെന്നുണ്ടെങ്കിൽ ഞാൻ ക്രിസ്ത്യാനി ചെയ്ത് ഒരു ക്രിസ്ത്യാനിയെ കണ്ടിട്ടല്ല, കർത്താവ് എന്നെ വിളിച്ചതുകൊണ്ടും കർത്താവ് എന്താണെന്ന് എനിക്ക് പരിപൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടും എന്നോട് ഒരു അച്ഛന്മാരുടെ കന്യാസ്ത്രീകളുടെ ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനികളെ വാക്ക് ഉപദേശം കേട്ടിട്ടല്ല ഞാൻ മാമോദീസ സ്വീകരിച്ചത്. കർത്താവ് എനിക്ക് പരിപൂർണ്ണ ബോധ്യം തന്നിട്ടാണ്. കാരണം എന്നോട് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല, എനിക്ക് മാതൃക കാട്ടിത്തരാൻ ഒരു ക്രിസ്ത്യാനി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കർത്താവ് എന്നെ സാവൂളിൻ്റെ വിളി പോലെ കർത്താവ് എന്നെ വിളിച്ചു. ഞാൻ റോട്ട് കൂടെ നടന്നു പോകുമ്പോൾ ആകാശത്ത് നിന്ന് ആ ശരീരം ഉണ്ടായതാ. എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായി? കർത്താവിനെ നേരിട്ട് വിളിക്കാൻ എന്താണ് കാരണം? നിങ്ങൾ ലോകമെങ്ങും ചെന്ന് സകല ജനതകളോടും സുവിശേഷം പ്രസംഗിപ്പിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവർക്ക് ജ്ഞാനാസനം നൽകുവിൻ എന്ന് പറഞ്ഞയച്ചിട്ട് ഈ പെറ്റി പരിഗുണ്ടാകണതല്ലാതെ നിങ്ങൾ പ്രയത്നിച്ച് ഒരാളെന്നെ ക്രിസ്തുവിലേക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ പ്രസംഗം കൊണ്ട്, നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് ഒരു വിജാതീനെ, ഒരു ക്രിസ്തുവിനെ അറിയാത്ത ഒരാൾക്ക് ക്രിസ്തുവിനെ കൊടുത്ത് അവന് ക്രിസ്ത്യാനിയാക്കാൻ, മതം മാറ്റമല്ല പറഞ്ഞേ, ക്രിസ്തുവിൻ്റെ ആക്കാൻ, അവൻ്റെ ഹൃദയം കൊണ്ട് ക്രിസ്ത്യാനിയാക്കാൻ. മാമോദീസ മുങ്ങിയില്ലെങ്കിലും അവൻ്റെ ഹൃദയത്തിൽ യേശുവാണ് സത്യദൈവം എന്നുള്ള പരിപൂർണ്ണ ബോധ്യത്തോടു കൂടി വിശ്വസിക്കുന്ന ഒരുവനാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടോ ക്രിസ്ത്യാനിക്ക്? എനിക്ക് മുമ്പേ പറക്കുന്ന പക്ഷികളും തോമാശ്ലീഹ മാമോദീസ മുഖ്യരും അങ്ങനെ ആ ദുരഭിമാനത്തിൽ ജീവിക്കുന്നവരാകാതെ ക്രിസ്തുവിൻ്റെ സ്വന്തമാണെന്ന് പറയുന്ന, ഞങ്ങളുടെ പിതാവേ എന്ന് പറയുന്ന ആഭിജാത്യത്തിൽ ജീവിക്കാൻ നമുക്ക് ആരാണ് കാണിച്ചു തന്നിട്ടുള്ളത്? അങ്ങനെ ആരാണ് പറയുന്നത്? ഞങ്ങൾ ഒരിത്, കർത്താവ് സിംഹത്തിൻ്റെ പുറത്തിരുന്നിട്ടില്ല, കർത്താവ് പുലിയുടെ പുറത്തിരുന്നിട്ടില്ല, ഒട്ടകത്തിൻ്റെ പുറത്തിരുന്നിട്ടില്ല. കർത്താവ് ഇരുന്നത് കഴുതയുടെ പുറത്താണ്. ലോകം ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാരുടെയൊക്കെ കഴുതയായിട്ട് കാണുന്നുണ്ടെങ്കിൽ, ക്രിസ്ത്യാനികളിൽപ്പെട്ടവരെ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതൊക്കെ നിഷ്പ്രഭം. കാരണം എൻ്റെ മുമ്പേ പറക്കുന്ന പക്ഷിയാണ് എൻ്റെ കർത്താവായ യേശു. അവൻ ഇരുന്നത് കഴുതയുടെ പുറത്താന്നുള്ള ബോധ്യം എൻ്റെ ഹൃദയത്തിൽ അവിടുന്ന് സ്ഥാപിച്ച് തന്നിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന സകലരോടുമാണ് പറയുന്നത്, ക്രിസ്ത്യാനിയായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മനസ്സിലാക്കണമെന്ന്, നാം ക്രിസ്ത്യാനിയാകുന്നത് ക്രിസ്തു നമ്മളിൽ വസിക്കുമ്പോൾ മാത്രമാണ്. ഹല്ലേലൂയ.